ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ദിവ്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ സ്വീകരിപ്പി. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പി. ഇവിടെ എങ്ങനെയാണ് ഒരുവന്റെ മേൽ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ അവിടെ പറയുന്നു, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളത്. മനുഷ്യൻ അവനൊരു ആത്മജീവിയാണ്, ആത്മമണ്ഡലത്തിലാണ് അവൻ ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സദൃശവാക്യങ്ങൾ 4:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ, മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്ക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സൗഖ്യം എന്നതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം ഔഷധം എന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും. ഇവിടെ പ്രധാനമായിട്ട് ഈ സദൃശവാക്യങ്ങളിൽ 4 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ നിർദ്ദേശമാണ് എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എന്നുള്ളത്. അഥവാ ശ്രദ്ധയില്ലാത്ത ഒരനുഭവം, വിഭജിക്കപ്പെട്ട ശ്രദ്ധ. ചിലപ്പോൾ നമുക്കറിയാം, ടെലിവിഷന്റെ അടുത്തിരുന്ന് പോലും ചിലർ വചനം ധ്യാനിച്ചു എന്ന് വരാം. അത് ഒരിക്കലും യഥാർത്ഥമായ നിലയിലേക്ക് പോകത്തില്ല, ഒരു വിഭജിക്കപ്പെട്ട അനുഭവത്തിലേക്കായിരിക്കും എന്ന് പറയാതെ അറിയാമല്ലോ. വേദപുസ്തകത്തിലുടനീളം ദൈവത്തിൽ നിന്നും സൗഖ്യം പ്രാപിക്കുന്നതിനുള്ള പ്രഥമ മർമ്മം കേൾക്കുക എന്നതാണ്. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. അവിടുന്ന് വീണ്ടും പറഞ്ഞു, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്നത് കരുതിക്കൊള്ളുക എന്ന് ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ പുറപ്പാട് പുസ്തകം 15:26 നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ ചെവി ചായിക്ക എന്നതാണ്. അവിടെ ആ ചായിക്ക എന്ന പദത്തിന്റെ അർത്ഥം കുനിഞ്ഞ് താണു വരിക എന്നാണ്. ചെവി ചായ്ക്കുമ്പോൾ വാസ്തവത്തിൽ ഭവ്യതയും പഠിക്കുവാനുള്ള ഒരുക്കവും അവിടെ ഉണ്ടാകുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അഥവാ ഒരുവന്റെ മുൻവിധികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കടന്നു ചെല്ലുവാനുള്ള ആ മനോഭാവമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് പലപ്പോഴും മനുഷ്യൻ പല നിലകളിലാണ് അവൻ്റെ ചിന്തകൾ പോകുന്നത്. അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞുപോയി എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഒരു വിശുദ്ധനായി കഴിയണമെങ്കിൽ ദരിദ്രനായിരിക്കണമെന്ന് ചിലർ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അതൊന്നും ദൈവവചന അടിസ്ഥാനമല്ല. 3 യോഹന്നാൻ 2 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അഥവാ ഇവിടെയൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും
സഹായിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തെ ചെറുതായി കാണരുത്. നമ്മുടെ ചെവി ചായ്ച്ചു കൊടുത്ത് നാം അത് അംഗീകരിപ്പാനായിട്ട് ആഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ദൈവത്തെ അനുവദിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അടുത്തത് അവിടെ പറയുന്നത്, മൂന്നാമത്തെ നിർദ്ദേശം, അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത് എന്നാണ്. ഈ നിർദ്ദേശത്തിലെ പ്രധാന വിഷയം ഒരു സൂക്ഷ്മമായ കേന്ദ്രീകരണം അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അനേകരുടെയും അഥവാ ഇന്നത്തെ പല ആത്മീക ഗോളത്തിലും ശത്രു അവരുടെ കണ്ണുകളെ കുരുടാക്കി അഥവാ ഗ്രസ്വ ദൃഷ്ടിയാക്കി തിമിരം പിടിപ്പിച്ചു വച്ചിരിക്കുന്ന ശത്രുവിന്റെ തന്ത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 11:34 ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ, അഥവാ അതിന്റെ യഥാർത്ഥ അർത്ഥം ഏക ദൃഷ്ടിയായിരിക്കുമ്പോൾ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും, ദോഷമുള്ളതാകിലോ ശരീരം ഇരുട്ടുള്ളത് തന്നെ എന്നാണ് കാണുവാൻ കഴിയുന്നത്. മുഴുവനും പ്രകാശിതമായിരിക്കുന്ന ഒരു ശരീരത്തിൽ രോഗത്തിന് ഒട്ടും സ്ഥാനം അവിടെ ഇല്ല. ആ മലാഖി പ്രവചനത്തിൽ 4:2 എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതും കാണുവാൻ സാധിക്കുമല്ലോ. അതേപോലെ വീണ്ടും പറയുന്നത് ആ സദൃശവാക്യത്തിൽ അത് 4-ാമത്തെ കാര്യം അവിടെ പറയുന്നത് ഹൃദയത്തിന്റെ നടുവിൽ അതിനെ സൂക്ഷിച്ചു വെക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അഥവാ ആ എബ്രായ ലേഖനം 4:12 കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇതിന്റെ ആകത്തുകയായി നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. അഥവാ ആ തുളച്ചു ചെല്ലുന്ന ആ ഒരു അനുഭവം, ദൈവത്തിന്റെ വചനം തുളച്ചു ചെല്ലുന്ന ആ അനുഭവത്തെയാണ് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അഥവാ ആത്മാവിൻ്റെയും ഉള്ളിൽ വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം. നിങ്ങളുടെ സന്ധികളിലോ മജ്ജകളിലോ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കൈകാര്യം ചെയ്യുവാൻ മനുഷ്യൻ്റെതായ മരുന്നുകളോ മാനുഷികമായ ഉപകരണങ്ങളോ ഇല്ലാതായിരിക്കും. എന്നാൽ ദൈവവചനത്തിന് എവിടെയും എത്തിച്ചേരുവാൻ കഴിയും എന്ന ഉറപ്പാണ് ആവശ്യം. മനഃശാസ്ത്രജ്ഞന്മാർക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാത്തതായി എന്തെങ്കിലും ആന്തരിക വ്യക്തിത്വ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെയും ദൈവവചനം തുളച്ചു ചെന്ന് അതും പരിഹരിച്ചു തരും എന്ന ആത്മാവിലുള്ള വിശ്വാസം അഥവാ ആ ശക്തിയാണ് ദൈവജനം ഏറ്റെടുക്കേണ്ടുന്നത്. അതെ, അത് രോഗമാകട്ടെ, മറ്റ് പ്രശ്നമാകട്ടെ, തലമുറകളില്ലാതിരിക്കുന്ന വിഷയമാകട്ടെ, എന്തുമാകട്ടെ, ആ വിഷയങ്ങളുടെ മുമ്പിൽ യഥാർത്ഥമായി ആത്മശക്തിയോടുകൂടെ ദൈവവചനം തുളച്ചു ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന വിടുതലുകളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അതിനായി ദൈവകരങ്ങളിൽ വിശ്വാസത്തോടെ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ.